ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് എങ്ങനെയുണ്ടോ നിങ്ങളുടെയൊക്കെ പുതുവർഷം എങ്ങനെ പോകുന്നു? ഇവിടെ അത്യാവശ്യം തരക്കേടില്ലാതെ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് പതിവിന് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ്, കുക്കിംഗ് വീഡിയോ ആണ്. അതും ഡെസേർട്ടാണ്. ജിഗർദാണ്ട എന്ന് പറയും, മധുരൈ സ്പെഷ്യലാണ്. തമിഴ്നാട്ടിൽ ചെന്നൈയിൽ അവിടെ വേറെ സ്ഥലത്തൊക്കെ കിട്ടാമായിരിക്കും. പക്ഷേ ഞാനിത് മധുരയിലാണ് കുടിച്ചിട്ടുള്ളതും അവിടത്തെയാണ് സ്പെഷ്യൽ. അപ്പോൾ അതിന്ന് ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. ഞാനല്ല ഉണ്ടാക്കുന്നത്, എൻ്റെ ഹസ്ബൻഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ ആക്ച്വലി ഇന്നലെ തന്നെ തുടങ്ങിയായിരുന്നു. പക്ഷേ ഇന്നലെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇന്നലെ ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള പാല് അത് നന്നായിട്ട് കുറുക്കണം. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ജോലി എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ മിക്സിംഗ് ഉള്ള കാര്യമേ ഉള്ളൂ. അങ്ങനെ പാല് ഒരു 2-3 മണിക്കൂറോളം നമുക്ക് അപ്പോൾ നമ്മൾ എത്ര പാലെടുക്കുന്നോ അതിൻ്റെ ഹാഫായിട്ട് റെഡ്യൂസ് ചെയ്യുന്നോളം വരെ അത് കുറുക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതാണ് അതിൻ്റെ മെനക്കെട്ട പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇന്നലെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഐസ്ക്രീമും വേണം. ഐസ്ക്രീം വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കടയിൽ നിന്ന് വാങ്ങാം. പക്ഷേ ഇന്നലെ അത് ഐസ്ക്രീമും ചെയ്തു വെച്ചു. പാലിൽ കോൺഫ്ലവർ ഇട്ടിട്ട് അതിൽ കാരമൽ ഷുഗർ ഇട്ടിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് ബാക്കിയുള്ള പ്രോസസ്സാണ്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മുടെ ഷെഫിനെ ഒന്ന് പരിചയപ്പെടാം. മൈ കെട്ടിയോൻ ശ്രീനിവാസൻ, ഞാൻ ചീനു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രോസസ്സിലേക്ക് കിടക്കാം ഇനി. അപ്പോൾ ആദ്യം ഇന്നലെ തിളപ്പിച്ച് കുറുക്കിയ പാലുണ്ട് ഇവിടെ. പിന്നെ ഇതെന്താണത്? ഐസ്ക്രീം. പിന്നെന്താണ്? ഇതും കുറുക്കിയത് പാലാണോ? ക്രീം, ഷുഗർ, വിത്ത് ഷുഗർ. അപ്പോൾ ഇതിൽ ഷുഗർ ഇല്ല. ഇത് ഷുഗർ ഇല്ലാത്ത പാല്, ഇത് ഷുഗർ ആഡ് ചെയ്തത്. ഇതൊന്നുകൂടെ കുറുക്കിയിട്ടുണ്ട്, തിക്നെസ് കൂടുതലാണ് ഇതിന്. പിന്നെ ഇത് ഹോം മെയ്ഡ് ഐസ്ക്രീമാണ്. ഇതുണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിയ ഐസ്ക്രീം യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഇത് ജസ്റ്റ് വീട്ടിലൊന്ന് ട്രൈ ചെയ്തതാണെന്നേ ഉള്ളൂ. ഇതെങ്ങനെയാണ്? ഇത് പാല് കുറുക്കിയിട്ട് പിന്നെ എന്താണ് ആഡ് ചെയ്തത്? പാല്, കോൺഫ്ലവർ, പിന്നെ ഷുഗർ കുറുക്കിയിട്ട് ഷുഗർ. കാരമൽ ഷുഗർ ആണോ? അത് ജസ്റ്റ് ഷുഗർ? കാരമൽ ഷുഗർ ആഡ് ചെയ്തു. പിന്നെ ഇത് വന്നിട്ട് നെക്സ്റ്റ് ബാദാം പിസിൻ എന്ന് പറയും. ഇത് വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. എത്ര നേരം വെള്ളത്തിലിട്ടു? ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് ബാദാം പിസിൻ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് പാക്കറ്റ്. അതിൻ്റെ ആൽമണ്ട് ഗം എന്ന് പറയും. അപ്പോൾ അത് വെള്ളത്തിലിട്ട് കഴിയുമ്പോഴത്തേക്കിനും ഇത് സ്പോഞ്ചി ആയിട്ടിരിക്കും വെള്ളത്തിലിട്ടെടുക്കുമ്പോഴത്തേക്കിനും. നമ്മൾ ഫസ്റ്റ് അതിൽ നിന്ന് എടുത്ത് ഗ്ലാസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഗ്ലാസ്സിലേക്ക് 2.5 സ്പൂൺ ബാദാം പിസിൻ ഇട്ട് അതിലേക്ക് തിക്കായിട്ടുള്ള ഖോയ അത് 2 സ്പൂണ് ആഡ് ചെയ്തു. ഇത് കാരമൽ ഞാൻ കാണിച്ചില്ലായിരുന്നു. കാരമൽ തനിയായിട്ട് വെച്ചിട്ടുണ്ട്. അതായത് ജസ്റ്റ് ഷുഗർ മെൽറ്റ് ചെയ്ത്, ബ്രൗൺ ഷുഗറാണ് ഞാൻ യൂസ് ചെയ്തത്. അത് ജസ്റ്റ് മെൽറ്റ് ചെയ്തേക്കുന്നത്. അതിലേക്ക് നമ്മൾ പാല്, സ്വീറ്റൻഡ്, അത് സ്വീറ്റൻഡ് ആണോ? സ്വീറ്റൻഡ് മിൽക്ക്. ഇനി അതിലേക്ക് ഐസ്ക്രീമും ആഡ് ചെയ്തു.
ഇനി അത് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യണം അല്ലേ? ഷേക്ക് ചെയ്തു ആ അത് ഫൈനൽ കാണിക്കാമല്ലോ. അപ്പോൾ ഷേക്ക് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്. ഇതിൽ ടൈം കൺസ്യൂമിംഗ് എന്ന് പറയുന്നത് നമുക്ക് പാല് കുറുക്കിയെടുക്കാൻ എടുക്കുന്ന ടൈം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ സിമ്പിൾ പ്രോസസ്സാണ്. പിന്നെ ഐസ്ക്രീം നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ വാനില ഫ്ലേവറുള്ള ഐസ്ക്രീം വാങ്ങുക. വീട്ടിലുണ്ടാക്കുകയാണെങ്കിലും വാനില എസൻസ് വാങ്ങാൻ കിട്ടുമല്ലോ, അത് ചേർത്താൽ മതി. പിന്നെ അതുപോലെ നമ്മൾ ഇവിടെ യൂസ് ചെയ്ത കാരമൽ സിറപ്പ്, അതിന് പകരം നിങ്ങൾക്ക് നന്നാരി സിറപ്പ് അല്ലെങ്കിൽ റോസ് മിൽക്കിൻ്റെ എസൻസ് യൂസ് ചെയ്യാം. നമുക്കിത് രണ്ടും ഇവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് കാരമൽ സിറപ്പ് യൂസ് ചെയ്തത്. അപ്പോൾ ഇത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങോട്ട് വിസിറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ജിഗർദാണ്ട ഒന്ന് അന്വേഷിച്ച് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റി ഐറ്റമാണ്. ജിഗർദാണ്ട നന്നായിട്ട് സ്റ്റിർ ചെയ്ത് കുടിക്കാൻ പാകത്തിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണുന്നതുവരെ ബൈ.